ഈ വർഷത്തെ ഹജ്ജ് യാത്രയ്ക്ക് 30-ന് തുടക്കമാകും. ആദ്യ വിമാനം കൊച്ചിയിൽ നിന്നും ഉച്ചയ്ക്ക് 2:10-ന് 430 തീർത്ഥാടകരുമായി ജിദ്ദയിലേക്ക് യാത്രയാകും. ഹജ്ജ് യാത്രക്കാരുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതായി ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ നിന്നും ഇത്തവണയും 3 എംബാർക്കേഷൻ പോയിന്റുകളാണുള്ളത്. കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നീ വിമാനത്താവളങ്ങളിൽ നിന്നാണ് വിമാനങ്ങൾ പുറപ്പെടുക. കേരളത്തിൽ നിന്നും നിലവിൽ 13,851 പേരാണ് ഹജ്ജിന് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 7,943 പേർ കൊച്ചിയിൽ നിന്നും, 4,279 പേർ കണ്ണൂരിൽ നിന്നും, 944 പേർ കോഴിക്കോട് നിന്നുമാണ് പുറപ്പെടുന്നത്. കേരളത്തിലെ 28 പേർ മറ്റു സംസ്ഥാനങ്ങളിലെ എംബാർക്കേഷൻ പോയിന്റിൽ നിന്നുമാണ് യാത്രയാകാൻ തിരഞ്ഞെടുത്തത്. കൂടാതെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഹാജിമാർ കേരളത്തിലെ എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും യാത്രയാകുന്നുണ്ട്. 28,000-നടുത്ത് ഇത്തവണ അപേക്ഷകളുണ്ടായിരുന്നു. പക്ഷേ അതിൽ നിന്ന് ഹജ്ജ് 2026 സർക്കാരിന്റെ കീഴിൽ പോകാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ എണ്ണം 13,195 ആണ്. 13,195 പേർ. 7,943 പേർ നെടുമ്പാശ്ശേരി എംബാർക്കേഷനിൽ നിന്ന് പോകുമ്പോൾ 4,279 പേർ കണ്ണൂർ ഇപിയിൽ നിന്നാണ് അവരുടെ ഡിപ്പാർച്ചർ. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം കോഴിക്കോടിൻ്റെ ഹജ്ജ് ചരിത്രത്തിൽ ഏറ്റവും കുറവ് പിൽഗ്രിംസ് യാത്രയാകുന്ന ഒരു വർഷം കൂടിയാണ് ഇത്തവണ. 944 എന്നാണ്. ലക്ഷദ്വീപിൽ നിന്നും 107 പേരും തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നുള്ള 450-ലധികം പേരും കേരളത്തിൽ നിന്നുമാണ് യാത്ര പുറപ്പെടുന്നത്. ഹജ്ജ് ക്യാമ്പ് ഏപ്രിൽ 29 മുതൽ കൊച്ചിയിൽ ആരംഭിക്കും. ആദ്യ വിമാനം ഏപ്രിൽ 30-ന് കൊച്ചിയിൽ നിന്നും ഉച്ചയ്ക്ക് 2:10-ന് 430 തീർത്ഥാടകരുമായി ജിദ്ദയിലേക്ക് യാത്രയാകും. ഫ്ലൈനാസ് എയർലൈൻസ് ആണ് കൊച്ചിയിൽ നിന്നും സർവീസ് നടത്തുന്നത്. 430 പേരുടെ 20 സർവീസുകളാണുള്ളത്. ഇതിൽ ഏപ്രിൽ 30 മുതൽ മെയ് 8 വരെ 17 നോർമൽ സർവീസുകളും മെയ് 17 മുതൽ 19 വരെ 3 ഷോർട്ട് ഹജ്ജ് സർവീസുകളുമാണ്. കണ്ണൂർ എംബാർക്കേഷനിൽ മെയ് 6-നാണ് സർവീസുകൾ ആരംഭിക്കുന്നത്. ഫ്ലൈ അതിർ എയർലൈൻസ് 350 പേരുടെ 13 സർവീസുകളാണ് നടത്തുന്നത്. കോഴിക്കോട് നിന്നും ഇത്തവണ ആകാശ് എയർലൈൻസ് ആണ് ഹജ്ജ് സർവീസ് നടത്തുന്നത്. മെയ് 14 മുതൽ 17 വരെ 145 പേരുടെ 7 സർവീസുകളാണുള്ളത്. കേരള വിഷൻ ന്യൂസ്, മലപ്പുറം.